തന്റെ രാഷ്ട്രീയം ഇതുവരെ പരസ്യമായി പ്രഖ്യാപിച്ച നടനല്ല മമ്മൂട്ടി. എന്നാൽ ആദ്യകാലം മുതൽ തന്നെ ഇടതുപക്ഷത്തോട്, പ്രത്യേകിച്ച് CPM-നോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന താരമാണ് മമ്മൂട്ടി. പലപ്പോഴും CPM പരിപാടികളിലെല്ലാം സജീവമായി തന്നെ മമ്മൂട്ടി പങ്കെടുത്തിട്ടുമുണ്ട്. കൈരളി ചാനലിലെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോഴിതാ മമ്മൂട്ടി CPM ബന്ധം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകൾ പ്രചരിക്കുകയാണ്. കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പാണ് ഇത് സംബന്ധിച്ച് കുറിപ്പ് പങ്കിട്ടിരിക്കുന്നത്. കൈരളി TV ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വൈകാതെ തന്നെ ഒഴിയുമെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. കാൽ നൂറ്റാണ്ടിലേറെക്കാലമായി CPM തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല. ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് CPM ബന്ധത്തിന്റെ പേരിലുമാണ്. സാഹിത്യ, സിനിമ, കലാരംഗങ്ങളിൽ CPM സഹയാത്രികനായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ്. പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയവുമാണ്. MLA-മാരായിരുന്ന മഞ്ഞളംകുഴി അലി, അൽഫോൺസ് കണ്ണന്താനം എന്നിവർ CPM ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെയും അണികളുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണ്. മുസ്ലിം ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാന മന്ത്രിയും അൽഫോൺസ് കേന്ദ്രമന്ത്രിയുമായി. KT ജലീൽ അൻവറിന്റെ പാത പിന്തുടരുമെന്ന് തീർച്ചയാണ്. അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളോടും ജലീൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുമുണ്ട്. പല ഘട്ടങ്ങളിലായി കോൺഗ്രസിൽ നിന്നും CPM-ൽ ചേർന്നവരെല്ലാം മരണക്കെണിയിലാണ്. ചിലർക്ക് അപ്പകഷ്ണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെയെല്ലാം രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് പോസ്റ്റിൽ കുറിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ പോസ്റ്റിന് താഴെ ചെറിയാൻ ഫിലിപ്പിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളാണ് വന്നു നിറയുന്നത്. തന്നെ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വന്നവരെ അങ്ങനെ ചെയ്യുമെന്നും മമ്മൂട്ടി ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി സഹയാത്രികനായതല്ല എന്നുമാണ് ഒരാൾ കുറിച്ചത്. മമ്മൂട്ടി ഒരിക്കലും CPM മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നും CPM സൗഹൃദമുള്ളതുകൊണ്ട് കൈരളി ചാനൽ ചെയർമാനായി ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത്. താങ്കൾ പറഞ്ഞതനുസരിച്ച് CPM വിട്ടവർക്കെല്ലാം ഉന്നത സ്ഥാനങ്ങൾ ലഭിച്ചുവെന്നും മമ്മൂട്ടി CPM വിട്ടാൽ ദേശീയ പുരസ്കാരങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി വരെ ആയേക്കാമെന്നും താങ്കൾ വിശ്വസിച്ച പ്രസ്ഥാനത്തെ വഞ്ചിച്ചുവെന്നും CPM-ൽ വന്ന് രാജ്യസഭാ സീറ്റ് ലഭിക്കാതെ വീണ്ടും മടങ്ങിപ്പോയ വ്യക്തിയാണെന്നും സ്നേഹിത, പ്രത്യയശാസ്ത്രം ഒരു വിശ്വാസമാണ്. സ്ഥാനങ്ങൾക്കും പദവികൾക്കും വേണ്ടി താങ്കളെപ്പോലെ കാലത്തും വൈകിട്ടും അത് മറക്കുന്നവരും ഉണ്ടാകാമെന്നും എന്നാൽ അങ്ങനെയുള്ളവരുടെ സ്ഥാനം കാലത്തിന്റെ ചവറ്റുകൊട്ടയിലാണെന്നും മറ്റൊരാൾ കമന്റിൽ പറയുന്നുണ്ട്.